अस्तु, सर्वेषां स्वागतम्। विष्णुसहस्रनामपठनम् आरम्भं कुर्मः। अद्य 33तमं श्लोकं पठामः। 33तमं ശ്ലോകം പഠാമः. 33ാമത്തെ ശ്ലോകം അതുവരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി അത് നമുക്ക് പഠിച്ചു തുടങ്ങാം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? യുഗാദികൃത് യുഗാവർത്ത നൈകമായ മഹാശന അദൃശ്യ വ്യക്തരൂപ ച സഹസ്രജിത്ത് അനന്തജിത്ത് യുഗാദികൃത് യുഗാദികൃത് ആദ്യം യുഗാദികൃത് എന്നാണ്. യുഗാദികൃത് യുഗ ആദികൃത്ത് ഇങ്ങനെ 2-3 തരത്തിൽ പറയാം. യുഗാദികൃത്ത് യുഗാദിയെ കൃത്ത് ആയിട്ടുള്ളയാള്, യുഗാദിയെ ചെയ്തയാള്. യുഗങ്ങള് യുഗാദികള് യുഗം മുതൽക്ക് യുഗത്തിന്റെ ആദി മുതൽക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തയാള് എന്നാവാം. യുഗത്തിന്റെ തുടക്കത്തിൽ മുതൽക്ക് ഓരോരോ സൃഷ്ടികളൊക്കെ ചെയ്തിട്ടുള്ള ആള്. യുഗം തുടങ്ങിയത് മുതൽക്ക് യുഗത്തിന്റെ സൃഷ്ടി മുതൽക്ക് എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം. അങ്ങനെയൊക്കെയുള്ള സ്രഷ്ടാവായിട്ടുള്ള ആള്, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തയാള്, അതാണ് യുഗാദികൃത്ത്. ഈ യുഗാദികൃത്ത് കൃത്ത് എന്നുള്ളത് തകാരാന്തായിട്ടുള്ള രൂപമാണ്. കൃത് കൃതൗ കൃത. അത് ഭവാൻ ഭവത് ശബ്ദം പോലെ, മരുത് മരുതൗ മരുത മരുത് ശബ്ദം പോലെ. അപ്പോ മരുതേ എന്ന് വരുന്നത് പോലെ ഇവിടെ യുഗാദികൃതേ എന്ന് വരും. യുഗാദികൃതേ അതാണ് നാമാവലി വരുമ്പോ വരിക. യുഗാദികൃതേ നമ എന്ന് വരും. യുഗാദികൃതേ നമ. അപ്പൊ യുഗാദികൃത്. പിന്നെ അടുത്തത് യുഗാവർത്ത. യുഗാദികൃത്ത് യുഗാവർത്ത. യുഗാവർത്ത യുഗാവർത്ത അതും അകാരാന്തായിട്ടുള്ള അത് അകാരാന്തായിട്ടുള്ള രൂപമാണ്. അപ്പൊ അവിടെ യുഗാവർത്തായ നമ എന്നാണ് വരിക. അപ്പൊ യുഗ ആവർത്തൻ, യുഗം ആവർത്തിച്ചു വരുന്ന എന്നർത്ഥം. യുഗങ്ങള് ഇങ്ങനെ ആവർത്തിച്ചു വരുന്ന സമ്പ്രദായം. അപ്പോ ആരാണോ ഈ യുഗങ്ങളെയൊക്കെ ഇങ്ങനെ ആവർത്തിച്ചു വരുത്തുന്നത്, ആ ആള് യുഗങ്ങൾ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് വരുന്ന, ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോ 4 യുഗങ്ങളാണെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അതേ 4 യുഗങ്ങൾ, അതേ യുഗങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ ആരാണോ ഉണ്ടാക്കിയത് അതാണ് യുഗാവർത്ത. യുഗങ്ങൾ ആവർത്തനമായിട്ട് വരുന്നത് എന്നത്. യുഗാവർത്തായ നമ എന്ന്. യുഗാദികൃതേ നമ. യുഗാവർത്തായ നമ. അടുത്തത് നൈകമായ എന്നാണ്. നൈകമായ ന ഏകമായ. നൈകമായ നൈകമായ മായ മായയോട് കൂടിയ. എത്ര മായയാണ്? ഏകമായ അല്ല, ന ഏകമായ നൈകമായ. ന ഏകം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം എന്നർത്ഥം, ഒന്നല്ലാത്തത് എന്നർത്ഥം. ഒന്നല്ലാത്തത് എന്ന് പറയുമ്പോൾ ധാരാളം എന്നുള്ളതാണ് ഉദ്ദേശം. ധാരാളമായിട്ട് മായയുള്ളയാള്. ഈ മായ എന്ന് പറഞ്ഞാൽ എന്താണ്? മായ കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? പലതരത്തിലുള്ള അത്ഭുതങ്ങളുമാണ് സംഭവിക്കുക.
അപ്പൊ പലതരത്തിലുള്ള അത്ഭുതങ്ങള് ഓടുകൂടിയ ആള്. നൈകമായ, അതും അകാരാന്തായിട്ടുള്ള നൈകമായ, അകാരാന്താണ്. നൈകമായായ നമ എന്ന് വരും. യുഗാദി കൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ. പലതരത്തിലുള്ള അത്ഭുതങ്ങളോട് കൂടിയ ആള്. അടുത്തത് നൈകമായോ മഹാസന. മഹാസന, മഹാ ആസന, മഹത്തായ ആസനത്തോടു കൂടിയ ആള്, മഹത്തായിട്ടുള്ള ആസനമായിട്ടുള്ള ആള് എന്നൊക്കെ പറയാം. മഹത്തായിട്ടുള്ള ആസനം ആയിട്ടുള്ള ആള്, അതായത് പലതിൻ്റെയും മഹത്തായിട്ടുള്ള പല വിഷയങ്ങളുടെയും ആസനമായിട്ടുള്ള ആള്, അതിൻ്റെയൊക്കെ ഇരിപ്പിടമായിട്ടുള്ള ആള് എന്നർത്ഥം. എല്ലാം തന്നിലേക്ക്, എല്ലാത്തിൻ്റെയും ഇരിപ്പിടമാണ്. എല്ലാത്തിനെയും അവനവൻ തങ്കലേക്ക് ആക്കുന്നയാളാണ് എന്നർത്ഥം. എല്ലാം തൻ്റെ ഉള്ളില് ഒതുങ്ങും, അങ്ങനെയുള്ള ആള്, എല്ലാത്തിനും ഇരിപ്പിടമായിട്ടുള്ള ആള്. മഹാസന, അകാരാന്താണ്. മഹാസനായ നമ എന്ന് വരും. യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാസനായ. എന്റെ ബുക്കില് മഹാശന എന്നാണ്. ഒരു മിനിറ്റ്. മഹാസന തന്നെയാണ്, ശരിയാ. മഹാസന തന്നെയാണ് രൂപം, ശരിയാ. മഹാസന, മഹാസന അല്ല, മഹാസന. മഹാസന ആണ്, ശരിയാ. ഞാൻ മഹാസന എന്ന് പെട്ടെന്ന് മാറിപ്പോയത്. മഹാസന, മഹാ അസനം. അസനം എന്ന് പറഞ്ഞ ഭക്ഷണമാണ്. അസനം ഭക്ഷണമാണ്. മഹാസന എന്ന് പറയുമ്പോൾ ഈ മഹത്തായിട്ടുള്ള അസനമായിട്ടുള്ള ആള്. അസനം ഭക്ഷണം. മഹത്ത് എന്ന് പറയുമ്പോൾ ധാരാളം, ധാരാളമായിട്ട് ഭക്ഷണത്തെ കഴിക്കുന്നയാള് എന്നർത്ഥം. ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നയാള്, അതാണ് മഹാസന. അപ്പോ അസനം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഭക്ഷണം എന്നുള്ളതാണ്. അസനം ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്? ഒക്കെ ഉള്ളിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഒരു തീറ്റപ്രിയൻ എന്നുള്ള ഒരു അർത്ഥത്തിലല്ല നമ്മൾ അതിനെ എടുക്കേണ്ടത്. എല്ലാത്തിനെയും ഭക്ഷണമാക്കുക. എന്തൊക്കെയുണ്ടോ അതൊക്കെ അവനവന്റെ ഭക്ഷണമാണ്. ഈ ലോകത്തിൽ എന്തുണ്ടോ അതൊക്കെ അവനവന്റെ ഭക്ഷണമാണ്. അങ്ങനെയുള്ള മഹത്തായിട്ടുള്ള അസനത്തോടു കൂടിയ ആളാണ് മഹാസനൻ. അപ്പൊ നേരത്തെ പറഞ്ഞ മഹാസന എന്നുള്ളതിന്റെ വേറൊരു രൂപം തന്നെയാണ് ശരിക്കും. എല്ലാത്തിനെയും ഇരിപ്പിടമാക്കുക, അത് തന്നെയാണ് മഹത്തായിട്ടുള്ള ആസനം. ആസനം എന്ന് പറയാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളിൽ എത്താൻ പാകത്തിനുള്ള ഒരു സൗകര്യം ഉണ്ടാവണം. അപ്പൊ അത് തന്നെയാണ് മഹാസന. അപ്പൊ മഹാസന, യുഗാവർത്തോ നൈകമായോ, യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാസനായ നമ. അദൃശ്യ, മഹാസന എന്നുള്ളത് അകാരാന്താണ്. മഹാസനായ നമ. അടുത്തത് അദൃശ്യ. ദൃശ്യ, ദൃശ്യമായിട്ടുള്ളത്, അതിന്റെ വിപരീതം അദൃശ്യം. അദൃശ്യമായിട്ടുള്ള ആള്, കാണാൻ കഴിയാത്ത ആള് എന്നർത്ഥം. അസ്പഷ്ടം, അല്ലെങ്കിൽ കാണാൻ കഴിയില്ല, കാണാൻ കഴിയില്ല, അതിന്റെയും അപ്പുറത്താണ്. അതാണ് അദൃശ്യ. അകാരാന്താണ്. അദൃശ്യായ നമ എന്ന രൂപം. യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാസനായ നമ, അദൃശ്യായ നമ. അടുത്തത് വ്യക്ത രൂപായ നമ. വ്യക്ത രൂപായ നമ. രൂപം എന്ന് പറയുമ്പോൾ എന്താണ്? രൂപത്തോടു കൂടിയ ആള്. വ്യക്ത രൂപം, വ്യക്തമായിട്ടുള്ള രൂപത്തോടു കൂടിയ ആള്. വ്യക്തമായിട്ടുള്ള രൂപത്തോടു കൂടിയ ആള്, അതായത് പ്രകടമായിട്ടുള്ള രൂപത്തോടു കൂടിയ ആള്. അപ്പൊ രൂപമുള്ള ആള് തന്നെയാണ്. നേരത്തെ പറഞ്ഞത് അദൃശ്യമാണ്, കാണാൻ കഴിയാത്ത ആളാണ്. അപ്പൊ ഓരോരോ ഭാവങ്ങളാണ് പറയുന്നത്. ആ ഒന്ന് അദൃശ്യായ നമ എന്ന് പറയുമ്പോ അത് നമ്മൾ ഈ കാണുന്നതിന്റെയും അപ്പുറത്തുള്ളതാണ്. നമുക്ക് മുഴുവനായിട്ടും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അദൃശ്യ എന്നുള്ള പേര് വരാൻ കാരണം. അപ്പൊ നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഓരോന്നിനെയും നമുക്ക് എടുത്തു പറയാം. ഇതാണ് ഈശ്വരൻ, ഇത് ഈശ്വരനാണ്.
ഇത് മാത്രമാണോ ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഇതല്ല. പിന്നെ എന്താണ്? അത് ഈശ്വരനാണ്, അതും ഈശ്വരനാണ്. അപ്പൊ മുഴുവനായിട്ടുള്ള ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അത് സാധിക്കില്ല എന്നല്ല, അത് വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കൊണ്ടാണ് അദൃശ്യ, അതിൻ്റെയും അപ്പുറത്താണ് എന്നുള്ളത് കൊണ്ടാണ് അത് അനുഭവിക്കാനാണ് സാധിക്കുക. കാണാൻ സാധ്യമല്ല, അനുഭവിക്കാനാണ് സാധിക്കുക. അദൃശ്യ. അപ്പൊ വ്യക്ത രൂപമാകുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും ഇത് ഈശ്വരനാണ്. നമുക്കൊരാളെ വിശ്വസിക്കാം, ഇത് ഈശ്വരനാണ്, എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഇന്നയാൾ ഈശ്വരനാണ്. അതിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം അത് ഈശ്വരൻ തന്നെയാണ്. അപ്പൊ അതാണ് വ്യക്ത രൂപ. അപ്പൊ അവിടെ അകാരാന്താണ്. വ്യക്ത രൂപായ നമ, യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാശനായ നമ, അദൃശ്യായ നമ, വ്യക്ത രൂപായ നമ. ഇച്ഛ എന്നുള്ളത് ഈ അതിന്റെ കൂട്ടത്തിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സഹസ്രജിത്ത്, സഹസ്രജിത്ത്, സഹസ്രം എന്ന് പറഞ്ഞാൽ 1000 ജിത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം ജയിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. സഹസ്രജിത്ത്, 1000ങ്ങളെ ജയിച്ചയാള്, 1000കണക്കിന് വിഷയങ്ങളെ അല്ലെങ്കിൽ 1000കണക്കിന് ആൾക്കാരെ അതൊക്കെ ജയിച്ചയാളാണ് സഹസ്രജിത്ത്. 1000നെ ജയിച്ചു എന്ന് പറഞ്ഞാൽ 1000കണക്കിന് എന്നുള്ള അർത്ഥം. അപ്പൊ 1000കണക്കിന് എന്ന് പറഞ്ഞാൽ അസംഖ്യം എന്നുള്ള അർത്ഥമാണ്. എത്ര ആളെയാണ് ജയിച്ചത് എന്ന് കണക്കില്ല, അത്രയധികം ജയം ഉണ്ടായ ആള്, അതാണ് സഹസ്രജിത്ത്. അത് ജിത്ത് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തകാരാന്താണ്. ജിത്ത്, ജിതൗ, ജിത. അപ്പൊ അതുകൊണ്ട് തന്നെ ജിതേ എന്നാണ് വരിക. അപ്പോ സഹസ്രജിത്തേ നമ, സഹസ്രജിത്തേ നമ എന്ന് വരും. യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാശനായ നമ, അദൃശ്യായ നമ, വ്യക്തരൂപായ നമ, സഹസ്രജിതേ നമ. അടുത്തത് അനന്തജിതേ നമ എന്നാണ് നാമാവലി വരിക. അനന്തജിത്ത് എന്ന രൂപം, അനന്തജിത്ത്. അതും ഇതേപോലെ തന്നെ തകാരാന്ത ആയതുകൊണ്ട് ജിതേ എന്ന് വരും. അപ്പോ അനന്തജിതേ നമ. അനന്തം എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? അന്തം ഇല്ലാത്തത് അനന്തം, അല്ലെങ്കിൽ അന്തമല്ലാത്തത്. അന്തം എന്ന് പറഞ്ഞാൽ ഒരു അവസാനം ഉണ്ടാവുന്ന അർത്ഥം, ഇത് അവസാനമില്ലാത്തത് എന്നർത്ഥം. ചിത്ത്, അവസാനമില്ലാത്ത ജയത്തോടു കൂടിയ ആള്. അനന്തവും പിന്നെ എത്ര എണ്ണം എന്ന് കണക്കാക്കാൻ പറ്റില്ല, അത്രയധികം ജയം നേടിയ ആള് എന്നർത്ഥം. നേരത്തെ സഹസ്രജിത്ത് എന്നുള്ളതിന്റെ വേറെ ഒരു രൂപം തന്നെയാണ്, അതിന്റെ പര്യായങ്ങളാണല്ലോ ഇത് മുഴുവൻ. അപ്പോ വേറെ ഒരു തരത്തിലുള്ള രൂപം നാമം എന്നർത്ഥം. അനന്തജിത്ത്, അനന്തമായിട്ടുള്ള എണ്ണമറ്റ വിജയം നേടിയ ആള് അനന്തജിത്ത്. അപ്പോ അനന്തജിതേ നമ, യുഗാധികൃതേ നമ, യുഗാവർത്തായ നമ, നൈകമായായ നമ, മഹാശനായ നമ, അദൃശ്യായ നമ, വ്യക്തരൂപായ നമ, സഹസ്രജിതേ നമ, അനന്തജിതേ നമ എന്ന് വരും. നമുക്ക് ശ്ലോകം ഒന്ന് പഠിക്കാം. യുഗാധികൃത്, അത് കഴിഞ്ഞിട്ട് യുഗാവർത്ത എന്ന് പറയുമ്പോ യുഗാധികൃത്, കൃത്ത് എന്നുള്ളത് കൃത് എന്നായിട്ട് യു, അപ്പൊ യു യു എന്നാവും. യുഗാധികൃത് യുഗാവർത്തോ, യുഗാധികൃത് യുഗാവർത്തോ, യുഗാധികൃത് യുഗാവർത്തോ. നൈകമായോ മഹാശന, നൈകമായോ മഹാശന, നൈകമായോ മഹാശന. യുഗാധികൃത് യുഗാവർത്തോ, നൈകമായോ മഹാശന. അദൃശ്യോ വ്യക്തരൂപശ്ച,
അദൃശ്യോ വ്യക്തരൂപശ്ച അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിത്ത് അനന്തജിത്ത്. അവിടെ ഇതേപോലെ തന്നെ ജിത്ത് എന്നുള്ളത് ത് ദാന്നായി മാറി സഹസ്രജിത് അനന്ത ത് ആ ദാന്നാവും. സഹസ്രജിത് അനന്തജിത്ത് എന്ന് വരും. സഹസ്രജിത് അനന്തജിത്ത് സഹസ്രജിത് അനന്തജിത്ത് സഹസ്രജിത് അനന്തജിത്ത് അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിത് അനന്തജിത്ത്. ഈ മലയാളികൾ ചെല്ലുമ്പോ അനന്തജിത്ത് എന്നുള്ളത് അനന്തജിത് ജിൽ എന്നൊക്കെ ആയി മാറും കേട്ടോ. സഹസ്രജിത് അനന്തജിൽ അങ്ങനെയൊക്കെ ആയി മാറാറുണ്ട്. അതിൽ ഒരു തെറ്റെന്നൊന്നും പറയുന്നില്ല. സംസ്കൃതത്തിൽ അധികം ത് എന്നുള്ള ഉച്ചാരണമാണെന്നേ ഉള്ളൂ. ഏതായാലും കുഴപ്പമില്ല. യുഗാധികൃത്യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്തജിത്. അപ്പോ 33 ശ്ലോകം കഴിഞ്ഞു. ഇനിയിപ്പോ നമുക്ക് 34-ാമത്തെ ആ ഒരു ശ്ലോകം പഠിക്കാം. 34-ാമത്തെ ശ്ലോകം. ഇഷ്ട അവിശിഷ്ട ശിഷ്ടേഷ്ട ശിഖണ്ഡി നഹുഷോ നഹുഷ വൃഷ ക്രോധഃ ക്രോധകൃത് കർത്താ വിശ്വബാഹു മഹീധര ഇഷ്ട എന്നാണ് ആദ്യത്തെ വരിക. ഇഷ്ട ഇഷ്ട എന്നുള്ള വാക്കിന് 2 തരത്തിലുള്ള അർത്ഥം പറയാൻ പറ്റും. നമുക്കറിയുന്ന ഒരർത്ഥമുണ്ട്. ഇഷ്ടം ഉള്ളയാള്, ഇഷ്ടനായിട്ടുള്ളയാള്, എല്ലാവർക്കും ഇഷ്ടമുള്ളയാള്, അല്ലെങ്കിൽ എല്ലാവരെയും ഇഷ്ടമുള്ളയാള്, അങ്ങനെ ഒരു അർത്ഥം പറയാം. അല്ലാതെ വേറൊരു അർത്ഥമുണ്ട്. ഇഷ്ടം ഇഷ്ട എന്നൊക്കെ പറയുമ്പോ പൂജിത എന്നൊരർത്ഥം. ഇഷ്ടി എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇഷ്ടി എന്നൊക്കെ പറഞ്ഞാല് യാഗം, യജ്ഞം എന്നൊക്കെയുള്ള അർത്ഥമാണ് ഇഷ്ടി. അപ്പോ ഇഷ്ടം ആവുക, ഇഷ്ടമാവുക പൂജിക്കപ്പെടുക എന്നൊരർത്ഥമുണ്ട്. അപ്പൊ പൂജിക്കപ്പെടുന്നവൻ എന്നർത്ഥം. അപ്പോ ആരാധിക്കപ്പെടുന്നവൻ എന്നൊക്കെ ഉള്ളൊരർത്ഥം ഇഷ്ട എന്നുള്ളതിനുണ്ട്. ഇഷ്ട അത് അകാരാന്താണ്. ഇഷ്ടായ എന്ന് വരും. ഇഷ്ടായ നമ എന്ന് വരും. അടുത്തത് അവിശിഷ്ട എന്നാണ്. അവിശിഷ്ട 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 എന്നുള്ള വാക്കിന്റെ അർത്ഥം വിശിഷ്ട, അവിശിഷ്ട, വിശേഷ ശിഷ്ടൻ. അതായത് ഈ എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്ന എന്നുള്ള ഒരർത്ഥമാണ്.
വെവ്വേറെ ഇല്ല, പിന്നെ പലരോടും പലതരത്തിലുള്ള അല്ലാതെ, അതായത് നിഷ്പക്ഷമായിട്ടുള്ള അവസ്ഥ എന്നർത്ഥം. നിഷ്പക്ഷത ഉള്ളയാള് എന്നർത്ഥം. അതായത് ഒരാളോടുള്ള പെരുമാറ്റം വേറൊരാളോടുള്ള പെരുമാറ്റം അത് പലതരത്തിലാണോ എന്ന് തോന്നും. അങ്ങനത്തെ തോന്നില്ല എന്നർത്ഥം. ഇത് തോന്നാൻ സാധിക്കില്ല. അപ്പൊ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല, അതാണ്. പിന്നെ വേറൊരു അർത്ഥം അവിശിഷ്ട, ഈ സമാനമായിട്ട് വേറൊരാളില്ലാത്ത എന്നൊരർത്ഥം. തുല്യരായിട്ട് വേറൊരാളില്ലാത്തൊരവസ്ഥ, അങ്ങനെയുള്ള ഒരാള് എന്നും ഇതൊക്കെ ഇതിന്റെ അർത്ഥമായിട്ട് വരും. അവിശിഷ്ട, ശിഷ്ട എന്നുള്ളതിന്റെ പിന്നെ വിശിഷ്ട എന്നായി. അവിശിഷ്ട, വിശിഷ്ട എന്ന് പറഞ്ഞു വിശിഷ്ടാതിഥി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അവിശിഷ്ട എന്നുള്ളത് അതിന്റെ വിപരീത അർത്ഥമല്ല, അതിവിശിഷ്ട എന്നുള്ള ഒരർത്ഥത്തിലാണ് എടുക്കേണ്ടത്. നേരെ വിപരീത അർത്ഥമല്ല എന്നർത്ഥം. അപ്പൊ അത് അകാരാന്താണ്. അവിശിഷ്ടായ നമ എന്ന് പറയും. ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ. അടുത്തത് ശിഷ്ടേഷ്ട. ശിഷ്ടേഷ്ട, ശിഷ്ടരായിട്ടുള്ളവർക്ക് ഇഷ്ടനായിട്ടുള്ളവൻ, ശിഷ്ടന്മാർക്ക് ഇഷ്ടൻ. അതിലും രണ്ടു തരത്തില് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പറയാം. ശിഷ്ടന്മാര് എന്ന് പറഞ്ഞാല് ആരാണ്? ശിഷ്ടന്മാരായിട്ടുള്ള വ്യക്തികള് എന്നൊക്കെ പറഞ്ഞാല് വിശിഷ്ടന്മാര് എന്നുള്ള അർത്ഥത്തിലാണ് ശിഷ്ടന്മാര് എന്നുള്ളത് പറയാം. അപ്പൊ വിശിഷ്ടന്മാരായിട്ടുള്ളവര്, അതായത് വളരെ പ്രമുഖന്മാരായിട്ടുള്ള ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ശിഷ്ട, വിശിഷ്ടന്മാർക്ക് ഇഷ്ട, ഇഷ്ടനായിട്ടുള്ള ആള്. അപ്പോ വളരെ പ്രമുഖന്മാരായിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടത്തോടു കൂടിയ ആള് എന്നും പറയാം. അല്ലെങ്കിൽ പ്രമുഖന്മാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും പൂജിതനായിട്ടുള്ള ആള്, അവരും കൂടി പൂജിക്കുന്നയാള് എന്നൊക്കെ അർത്ഥം. പ്രമുഖന്മാരായിട്ടുള്ളവരെ അവരോട് ഇഷ്ടമുള്ളയാള് എന്നും പറയാം. ഏതായാലും ശിഷ്ടേഷ്ട, അകാരാന്താണ്. ശിഷ്ടേഷ്ടായ നമ എന്ന് രൂപം. അവിടെ ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ, ശിഷ്ടേഷ്ടായ നമ. അടുത്തത് ശിഖണ്ഡി. ശിഖ, ഖ എന്നുള്ള അക്ഷരം ശ്രദ്ധിക്കണം. ശിഖണ്ഡി, ഉണ്ട് ഉള്ളതിന് ശക്തി വേണ്ട, ഖ എന്നുള്ളതിന് ശക്തി ഉണ്ട് താൻ. അപ്പൊ ശിഖണ്ഡി എന്ന് പറയണം. അങ്ങനെ ശക്തി വ്യത്യാസം വരരുത്. ശിഖണ്ഡി എന്നൊന്നും ആവരുത്. ശിഖണ്ഡി അങ്ങനെ ആവരുത്. ശിഖണ്ഡി, ഖ എന്നുള്ളതിന് ശക്തി വേണം, ഡി എന്നുള്ളതിന് ശക്തി വേണ്ട. ശിഖണ്ഡി. അപ്പൊ അത് ശിഖണ്ഡി എന്നുള്ളത് നകാരാന്താണ്. നകാരാന്തായിട്ട് വരുമ്പോ കരി, കരിണവും കരിണ എന്നൊക്കെ വരുന്നത് പോലെ, കരിണേ എന്ന് വരുന്നത് പോലെ ശിഖണ്ഡിനെ എന്നാവും. ശിഖണ്ഡിനേ നമ എന്ന് വരും. അതിന്റെ അർത്ഥം എന്താണ്? ശിഖ, ശിഖയോട് കൂടിയ ആള്, അതാണ് ശിഖണ്ഡി. ശിഖ ഉള്ളയാള്. ശിഖ എന്ന് പറഞ്ഞാല് ഒരു സാധാരണ തൂവൽ എന്നൊക്കെ അർത്ഥം പറയാം. ഈ തൂവൽ എന്ന് പറഞ്ഞാല് പ്രധാനപ്പെട്ട തൂവൽ, അതായത് പക്ഷികൾക്കാണല്ലോ തൂവൽ ഉണ്ടാവുക. വളരെ പ്രധാനപ്പെട്ട പക്ഷിയുടെ തൂവലോട് കൂടിയാണ്. അതായത് മയിലിന്റെ തൂവൽ, അതിന് പീലി എന്ന് പറയുമല്ലോ. ആ പീലി ശിഖൻ പിന്നെ തലയിൽ ഉള്ളയാള് എന്നർത്ഥം. പീലി ചൂടിയാള് എന്നർത്ഥം പറയാം. ഈ ശിഖണ്ഡി എന്നൊക്കെ പറഞ്ഞാൽ എന്തിന്റെയാണ്? അത് ഒരു കർത്തവ്യബോധത്തിന്റെ ഒരടയാളമായിട്ട് പറയാം. അതായത് ചെയ്യുന്നതിന്റെ കർത്താവായിട്ടുള്ള ആളുടെ ഒരു അലങ്കാരം പോലെ എന്ന് പറയാം. അതിന്റെ അലങ്കാരമാണ് കർത്തൃത്വത്തിന്റെ തൂവൽ എന്ന് പറയാം. ഈ വേറൊരർത്ഥം, ഈ ശിഖ എന്നുള്ളതിന് ഈ അഗ്നിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ശിഖയുണ്ട്. അത് തേജസ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ തേജസ് ഉള്ളയാള് എന്നുള്ള ഒരർത്ഥത്തിലും ശിഖണ്ഡി എന്ന് പറയാം. മയിൽപീലി ധരിച്ചയാള് എന്നും പറയാം. പിന്നെ ഉത്തരവാദിത്വം, അല്ല എല്ലാത്തിന്റെയും കർത്തൃത്വം ആർക്കാണോ ഉള്ളത് ആ ആള് എന്നും പറയാം. തേജസ് ഉള്ള ആള് എന്നും പറയാം. ഇതൊക്കെ ശിഖണ്ഡി എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം കിട്ടുന്നതാണ്. ശിഖണ്ഡി, ശിഖണ്ഡിനേ നമ. ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ,
ശിഷ്ടേഷ്ടായ നമ ശിഖണ്ഡിനേ നമ. അടുത്തത് നഹുഷ. നഹുഷ നഹുഷായ നമ. നഹുഷായ നമ. അകാരാന്തായതുകൊണ്ട് നഹുഷ, നഹുഷായ എന്ന് പറയും. അപ്പൊ നഹുഷൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പൊതുവെ ഈ ഒരു കർമ്മങ്ങളെ കൊണ്ടൊക്കെ കെട്ടിയിടപ്പെട്ട അവസ്ഥ. അതായത് എന്തുകൊണ്ടാണ് കെട്ടിയിടുക? കർമ്മം കൊണ്ട് ഒക്കെ ബന്ധിപ്പിക്കുക. അതായത് അതൊക്കെ ബന്ധിപ്പിക്കുന്നത് കർമ്മമുണ്ട് എന്ന് തോന്നിക്കുകയാണല്ലോ. അപ്പൊ ഒരു മായ, ആ മായ കൊണ്ട്, സ്വന്തം മായ കൊണ്ട് ഈ ജീവികളെയൊക്കെ ബന്ധിപ്പിക്കുന്നയാള്, യോജിപ്പിക്കുന്നയാള്. ബന്ധിപ്പിക്കുക എന്ന് പറഞ്ഞാല് കെട്ടിയിടപ്പെടുക എന്നുള്ള മാത്രമല്ല, പരസ്പരം ബന്ധിപ്പിക്കപ്പെടുക. ഒരു കർമ്മം കൊണ്ട് വേറൊരാളെയും കൂടെ കൂട്ടി ബന്ധിപ്പിച്ച് അങ്ങനെ പോകുന്നയാള്, അതാണ് നഹുഷ എന്നുള്ള അർത്ഥം. നഹുഷായ നമ. അടുത്തത് വൃഷ എന്നാണ്. വൃഷ. വൃഷ എന്നുള്ളതിന് നമ്മൾ നേരത്തെ വൃഷ ശബ്ദത്തിന്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും പിന്നെ ധർമ്മം എന്നൊരർത്ഥമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ധർമ്മത്തിന്റെ മൂർത്തീഭാവമായിട്ടുള്ള ആള് എന്നൊരർത്ഥം വൃഷ എന്നുള്ളത്. ധർമ്മത്തിന്റെ മൂർത്തീഭാവമായിട്ടുള്ള ആള്, അതാണ് വൃഷ. പിന്നെ വേറൊരർത്ഥം വർഷിക്കുന്നയാള്. വൃഷ്ടി എന്ന് പറഞ്ഞാൽ വർഷിക്കുന്നതുകൊണ്ടാണ് വൃഷ്ടി എന്ന പേര് വന്നത്. വൃഷ്ടിക്ക് ആ പേര് വരാൻ കാരണം വർഷിക്കുന്നത് കൊണ്ടാണ്. അപ്പം വൃഷശബ്ദത്തിനും അങ്ങനെ ഒരു വർഷണ സ്വഭാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് പിന്നെ നനയ്ക്കുന്നയാള്, വർഷിക്കുക എന്ന് പറഞ്ഞാൽ നനയ്ക്കുകയാണ്. അപ്പൊ ചൂടിൽ നിന്നും രക്ഷിക്കുക, പൊള്ളലേറ്റ. എന്തിന്റെ പൊള്ളലാണ്? സംസാരമാകുന്ന ആ ചൂടിന്റെ പൊള്ളല്. ആ ഏറ്റ ആൾക്കാരെ നനയ്ക്കുന്നയാള്, അവർക്ക് അതിൽ നിന്നും മോചനം കിട്ടും, ആ ചൂടിൽ നിന്നും മോചനം കിട്ടും. അങ്ങനെ ആരാണോ ഉള്ളത്, അങ്ങനെ ഒരർത്ഥത്തിലും വൃഷ എന്നുള്ള ശബ്ദം പറയാം. വൃഷ എന്നുള്ളത് അകാരാന്താണ്. വൃഷായ നമ എന്ന രൂപം. ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ, ശിഷ്ടേഷ്ടായ നമ, ശിഖണ്ഡിനേ നമ, നഹുഷായ നമ, വൃഷായ നമ. അടുത്തത് ക്രോധ. ക്രോധ. അവിടെ ഹകാരാന്തം, അവിടെ ക്രോധഘ്നേ എന്ന് വരും. ക്രോധഘ്നേ എന്നാണ് ചതുർത്ഥി വരിക. ക്രോധഘ്നേ നമ എന്ന് വരും. ക്രോധം ഹനതി, ക്രോധത്തെ ഇല്ലാണ്ടാക്കുന്നയാള്, ഹനിക്കുക, ക്രോധത്തെ കൊല്ലുക, ക്രോധത്തെ നശിപ്പിക്കുന്നയാള്, ക്രോധത്തിനെ ഇല്ലാണ്ടാക്കുന്നയാള്. അപ്പോ ക്രോധത്തെ ഇല്ലാണ്ടാക്കിയ ആള്, ഈ പല പല അർത്ഥങ്ങളിൽ എടുക്കാം. ക്രോധത്തെ ഇല്ലാണ്ടാക്കി എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചു എന്നർത്ഥം. ക്രോധത്തെ ഉപേക്ഷിച്ച ആള് എന്നൊരർത്ഥം. അല്ലെങ്കിൽ ഈ ക്രോധത്തെ ഇല്ലാണ്ടാക്കുക, ആരുടെ ക്രോധത്തെ ഇല്ലാണ്ടാക്കുക? ഈ നല്ല ആൾക്കാരില്, സജ്ജനങ്ങളിലുള്ള ക്രോധത്തെയൊക്കെ ഇല്ലാണ്ടാക്കുന്നയാള്. സാധുക്കളായിട്ടുള്ളവരിലുള്ള, സാധുക്കൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളാണ്, അവരിലുള്ള ക്രോധത്തെ ഇല്ലാണ്ടാക്കുന്നയാൾ, നശിപ്പിക്കുന്നയാൾ, അതാണ് ക്രോധഘ്നേ നമ. ക്രോധ. അടുത്തത് ക്രോധകൃത്ത്. ക്രോധകൃൽ എന്നൊക്കെ പറയാം. ക്രോധകൃത്ത്, ക്രോധത്തെ കൃത്ത് ആയിട്ടുള്ള, ക്രോധത്തെ ചെയ്യുന്നയാൾ, ക്രോധത്തെ ചെയ്യുന്ന ആൾ. ക്രോധം കരോധി, കോപത്തെ ഉണ്ടാക്കുന്നയാൾ, കോപത്തെ വളർത്തുന്നയാൾ. ക്രോധം ഉണ്ടാക്കുന്നയാളും അതെ, ക്രോധത്തെ ഓരോ ജനങ്ങളിലും ഉണ്ടാക്കുന്നതും ഈ ഒരു ആള് തന്നെയാണ്. അതാണ് ക്രോധകൃത്ത്, ക്രോധത്തെ ഉണ്ടാക്കുന്നയാൾ. അപ്പൊ അത് ക്രോധകൃത്ത് എന്നുള്ളത് തകാരാന്തായത് കൊണ്ട് ക്രോധകൃതേ എന്ന് വരും. ക്രോധകൃതേ നമ. അപ്പൊ ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ, ശിഷ്ടേഷ്ടായ നമ, ശിഖണ്ഡിനേ നമ, നഹുഷായ നമ, വൃഷായ നമ, ക്രോധഘ്നേ നമ, ക്രോധകൃതേ നമ. അടുത്തത് കർത്ത എന്നാണ്. കർത്ത എന്നുള്ളത് ഋകാരാന്താണ്. കർത്താരോ കർത്താരം. അവിടെ പിത്രേ എന്ന, മാത്രേ എന്നൊക്കെ വരുന്നത് പോലെ
പിത്രേ എന്ന് വരുന്നത് പോലെ കർത്രേ എന്നാണ് വരിക. അപ്പൊ കർത്രേ നമ എന്ന് വരും. കർത്താവായിട്ടുള്ളയാള്, എല്ലാത്തിൻ്റെയും കർത്താവായിട്ടുള്ളയാള്, എല്ലാത്തിനെയും ചെയ്യുന്നയാൾ, എന്തായാലും ശരി അതിനെയൊക്കെ ചെയ്യുന്നയാൾ, അതാണ് കർത്താവായിട്ടുള്ളയാൾ. അതാണ് കർത്രേ നമ എന്ന് പറഞ്ഞത്. ക്രോധകൃതേ നമ കർത്രേ നമ. അപ്പോൾ ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ, ശിഷ്ടേഷ്ടായ നമ, ശിഖണ്ഡിനേ നമ, നപുഷായ നമ, വൃഷായ നമ, ക്രോധഘ്നേ നമ, ക്രോധകൃതേ നമ, കർത്രേ നമ. അടുത്തത് വിശ്വബാഹു. വിശ്വബാഹു, വിശ്വത്തിന് ബാഹുവായിട്ടുള്ളയാള്. വിശ്വം എന്ന് പറഞ്ഞാൽ ലോകം, പ്രപഞ്ചം. ആ വിശ്വത്തിന് ബാഹു ആയിട്ടുള്ള, ബാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? കൈയാണ്. വിശ്വത്തിന് ബാഹുവായിട്ടുള്ള ആള് വിശ്വബാഹു. അപ്പോ ലോകത്തിന് കൈ ആയിട്ടുള്ള ആള് എന്ന് പറയുമ്പോൾ ഈ കൈ കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുക. കയ്യിലാണ് എന്ത് ചെയ്യാനുള്ള വിഷയങ്ങളും ഉണ്ടാവുക. എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അതിനുള്ള ഉപാധി അല്ലെങ്കിൽ അതിനുള്ള ആയുധം ഉണ്ടാവുന്നത് കയ്യിലാണ്. അപ്പോ ആ ലോകത്തിന് ആയുധം ഏന്തിയ ആള്, ആയുധമേന്തിയ കൈയോടുകൂടിയ ആള്. അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ ഉള്ളയാള് എന്നൊക്കെയുള്ള പല അർത്ഥത്തിലും പറയാം. അപ്പൊ ബാഹു എന്നുള്ളത് ഉകാരാന്താണ്. അപ്പൊ ബാഹു, ബാഹവേ എന്നാണ് വരിക. അപ്പൊ വിശ്വബാഹവേ നമ എന്ന് വരും. വിശ്വബാഹവേ നമ. വിശ്വത്തിന് ബാഹുവായിട്ടുള്ളയാള്. വിശ്വത്തിന് കൈ കൊണ്ടാണല്ലോ നമുക്ക് ബുദ്ധിമുട്ടുള്ളതിനെ തടുക്കാനും ഒക്കെ, ആവശ്യമുള്ളതിനെ സ്വീകരിക്കാനും, അതൊക്കെ ഓരോ ആയുധം കൊണ്ടാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് അപ്പൊ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഉള്ളയാള് എന്നർത്ഥം. വിശ്വബാഹു, വിശ്വത്തിന് ബാഹുവായിട്ടുള്ളവൻ. വിശ്വബാഹുർ മഹീധര. അടുത്തത് മഹീധര. മഹീധര, മഹിയെ ധരിച്ചയാൾ. മഹി എന്നുള്ളത് ഭൂമി എന്നുള്ള അർത്ഥമാണ് എങ്കിലും നമ്മുടെ ഭൂമി എന്നുള്ളത് എല്ലാവർക്കും ഭൂമിയായിട്ട് വരുമ്പോൾ ലോകം എന്നുള്ള അർത്ഥത്തിൽ വരും. അപ്പൊ ലോകത്തിനെ മുഴുവൻ ധരിച്ചിട്ടുള്ളയാള്, ലോകത്തിന് മുഴുവൻ ആധാരമായിട്ടുള്ളയാള്, ലോകത്തെ മുഴുവൻ പിന്നിൽ നിന്നും തുണയ്ക്കുന്നയാള്, പിന്തുണയ്ക്കുന്നയാള് എന്നൊക്കെ അർത്ഥം. പിന്നിൽ നിന്ന് അതിനൊരു തുണയായിട്ട്, സഹായമായിട്ട് വരുന്നയാൾ. അടിയിൽ നിന്ന്, പിന്നിൽ നിന്ന്. അങ്ങനെ ആകുമ്പോഴാണല്ലോ പിന്നെ ആധാരമാവുക. ആധാരം എന്ന് പറഞ്ഞാല് പിന്നിൽ നിന്ന് നമ്മളെ താങ്ങുന്നയാൾ, തുണയ്ക്കുന്നയാൾ. അപ്പോ ലോകത്തിന് പിന്തുണ ഉള്ളയാൾ, പിന്തുണ തരുന്നയാൾ എന്നൊക്കെ അർത്ഥം. മഹീധര, അകാരാന്താണ്. മഹീധരായ നമ എന്ന് രൂപം. അപ്പോഴ് ഇഷ്ടായ നമ, അവിശിഷ്ടായ നമ, ശിഷ്ടേഷ്ടായ നമ, ശിഖണ്ഡിനേ നമ, നഹുഷായ നമ, വൃഷായ നമ, ക്രോധഘ്നേ നമ, ക്രോധകൃതേ നമ, കർത്രേ നമ, വിശ്വബാഹവേ നമ, മഹീധരായ നമ. അതാണ് വരിക. നമുക്ക് ആ ശ്ലോകം ഒന്ന് പഠിക്കാം. ഇഷ്ടോ ഇഷ്ട എന്നുള്ളത് ഇഷ്ടോ എന്നായി. അവിശിഷ്ട, അപ്പൊ ഇഷ്ടോ അവിശിഷ്ട കൂടി വരുമ്പോൾ ആ എന്നുള്ളത് ലോപിച്ചും പിന്നെ അവിടെ ഒരു പ്രശ്ലേഷം വരികയാണ്. അപ്പൊ ഇഷ്ടോ വിശിഷ്ട, അത് അങ്ങനെ ചൊല്ലിപ്പോകരുത്. ഇഷ്ടോ വിശിഷ്ട അങ്ങനെ ചൊല്ലിപ്പോകരുത്. ഇഷ്ടോ വിശിഷ്ട, ആ എന്നുള്ളത് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഷ്ടോ വിശിഷ്ട, ആ ശിഷ്ട എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ശിഷ്ടേഷ്ട ആണ് വരുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? ആ വിസർഗം ശകാരായിട്ട് മാറിയിട്ട് ശി എന്നാവും. അപ്പൊ ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട, അവിടെയും വിസർഗം കൊണ്ട് ശിഷ്ടേഷ്ട. അപ്പൊ അവിടെ ഷ്ട എന്നേ വരാൻ പാടുള്ളൂ, ഷ്ട എന്നാവരുത് എന്ന് മാത്രം ശ്രദ്ധിക്കുക. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട, ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ട. ശിഖണ്ഡി നഹുഷോ വൃഷ.
ശിഖണ്ഡീ നഹുഷോ വൃഷ. ശിഖണ്ഡീ നഹുഷോ വൃഷ. ശിഖണ്ഡീ നഹുഷോ വൃഷ. ഇവിടെ രണ്ടു വരിയും കൂടി വരുന്ന സമയത്ത് ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ടശിഖണ്ഡി എന്ന് വരും. അവിടെയും ആ വിസർഗം ശ് എന്നായിട്ട് ശിഖണ്ഡി ശിഖണ്ഡി എന്ന് വരും. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ടശിഖണ്ഡി നഹുഷോ വൃഷ. ക്രോധഃ ക്രോധകൃത് കർത്ത. അവിടെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ക്രോധഃ ക്രോ എന്ന് വരണം. ക്രോ അല്ലാതെ ക്രോധഃ ക്രോധകൃ അങ്ങനെ പോരാ. ക്രോധഃ ക്രോധകൃത് കർത്ത. ക്രോധഃ ക്രോധകൃത് കർത്ത. ക്രോധഃ ക്രോധകൃത് കർത്ത. വിശ്വബാഹു മഹീധര. അവിടെ ബാഹു എന്നുള്ള വിസർഗം കർ എന്നായിട്ട് വിശ്വബാഹുർമഹീധര. 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 ക്രോധഃ ക്രോധകൃത് കർത്ത. വിശ്വബാഹുർമഹീധര. ഇഷ്ടോ വിശിഷ്ട ശിഷ്ടേഷ്ടശിഖണ്ഡി നഹുഷോ വൃഷ. ക്രോധഃ ക്രോധകൃത് കർത്ത വിശ്വബാഹുർമഹീധര. രണ്ട് ശ്ലോകങ്ങളും കൂടി ഒന്ന് ചൊല്ലി നോക്കാം. യുഗാ കൂടെ ചൊല്ലിയാ മതി. യുഗാദികൃദ്യുഗാവർത്തോ മഹ നൈ ഒന്നുകൂടി ചൊല്ലാം. യുഗാദികൃദ്യുഗാവർത്തോ നൈകമായോ മഹാശന. അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിദനന്തജിത്. ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ടശിഖണ്ഡി നഹുഷോ വൃഷ. ക്രോധഃ ക്രോധകൃത് കർത്ത വിശ്വബാഹുർമഹീധര. അപ്പൊ നമുക്ക് ഇന്ന് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഇത് നിർത്തിയതിനു ശേഷം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം.